വയനാട് മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിലുള്ള പ്രതിഷേധം ശക്തമാക്കുന്നു കോൺഗ്രസ്. ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം അതിനിടയിൽ തുടങ്ങിയിട്ടുണ്ട്. ഡിഎംഒയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം. പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിലാണ് ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മാനന്തവാടിയിൽ നിന്ന്. സുർജിത്ത് പറയൂ. GK പ്രതിഷേധം മറ്റൊരു ദിശയിലേക്ക് മാറുന്നു. ഈ പ്രവർത്തകരെ കയറ്റിയ വാഹനം ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് വാഹനം തടഞ്ഞിരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. നേതാക്കളെല്ലാം തന്നെ പുറത്ത് ഇറങ്ങി ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി തടുത്തുകൊണ്ടുള്ള പ്രതിഷേധം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ആശുപത്രി പരിസരം വലിയ സംഘർഷഭരിതമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ ആ വലയത്തെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവർ വാഹനത്തിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് പുറത്തേക്കിറക്കാനുള്ള ശ്രമം പോലീസിൽ നിന്ന് പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രി പരിസരം സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. പൂർണ്ണമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. ഇന്ന് മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന നടപടിയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ യുവതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം ആക്ഷേപമായി ഉന്നയിച്ചത്. ഇതിനുശേഷമാണ് ഇവരെ തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. ഉന്തും തള്ളുമുണ്ടായി. തള്ളിനൊടുവിലാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് നീക്കി ഇവിടെ നിന്ന് നീക്കുന്നതിനിടെയാണ് മറ്റൊരു വിഭാഗം പ്രവർത്തകരെത്തി ആ ജീപ്പ് തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴും ആശുപത്രി പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘങ്ങളായി ഇപ്പോഴും പല ഭാഗങ്ങളിലുണ്ട്. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം DMO തലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വിവരങ്ങൾ യുവതിയിൽ നിന്നടക്കം ശേഖരിക്കുന്നുണ്ട്. ആശുപത്രി രേഖകളുടെ പരിശോധന നടക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് SKN പ്രൈം ടൈമിലാണ് ഈ ഒരു വാർത്ത പുറംലോകത്തേക്ക് എത്തിയത്. കഴിഞ്ഞ 2.5 മാസത്തോളം ഈ യുവതിയുടെ വയറിൽ ഇങ്ങനെ ഒരു തുണിക്കഷ്ണം കണ്ടെത്തി എന്നുള്ള സാഹചര്യം എന്നുള്ളത് ആ യുവതി വലിയ വേദന അനുഭവിച്ചതുമായി ബന്ധപ്പെട്ട പ്രതികരണം അടക്കം വെച്ചുകൊണ്ടുള്ള വാർത്തയാണ് SKN പ്രൈം ടൈമിൽ നമ്മൾ നൽകിയത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും പ്രവർത്തകർ സംഘങ്ങളായി തിരിഞ്ഞ് ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് കയറാൻ വിസമ്മതിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കോൺഗ്രസ് നേതാവ് നിഷാന്ത് അടക്കമുള്ള DCC നേതാവ് നിഷാന്ത് അടക്കമുള്ള ആസീസ് വാളാട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ഉള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. വനിതകളടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. ഇപ്പോൾ നേതൃത്വത്തെ പൂർണ്ണമായും ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ പോലീസ് സന്നാഹം ഈ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ പ്രതിഷേധം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും ഇതിനു മുന്നിൽ അതായത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. വനിതകളടക്കമുള്ള ആളുകൾ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും അവരുടെ പ്രതികരണം അടക്കം ഉണ്ടാകും എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.